വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും മനസ്സിൻ്റെ മേൽ, ശരീരത്തിൻ്റെ മേൽ, നമ്മുടെ പ്രാണൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ വലിയ ഫേവർ, വലിയ അനുഗ്രഹങ്ങൾ ഈ ദിവസങ്ങൾ വരികയാണ്. ഇന്നത്തെ ദിവസവും കർത്താവിൻ്റെ വലിയ ഒരു റിലീഫ്, ആശ്വാസം നമ്മുടെ മനസ്സിൻ്റെ മേൽ, നമ്മുടെ ശരീരത്തിൻ്റെ മേലെല്ലാം വരികയാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇന്ന് ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഇസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ആ ഹെൽപ്പർ. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായി. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ഇന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് ഒരു സഹായിയായി വന്ന് ചേരാൻ പോവുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഓൾവേസ് വിത്ത് അസ്. നമ്മുടെ കൂടെ എപ്പോഴും പരിശുദ്ധാത്മാവ് ഉണ്ട്. നമ്മുടെ ഓരോ ചലനങ്ങളുടെ മേൽ, നമ്മുടെ നോട്ടത്തിൻ്റെ മേൽ, നമ്മുടെ സംസാരത്തിൻ്റെ മേൽ എല്ലാം പരിശുദ്ധാത്മാവ് ഉണ്ട്. ബട്ട് ഞാൻ വിശ്വസിക്കുന്നു കുറച്ചും കൂടി ആക്റ്റീവായിട്ട്, കുറച്ചും കൂടി ഒരു ആക്റ്റീവ് റോളിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒരു സഹായിയായി തീരാൻ പോവുകയാണ്. ആമേൻ. എത്ര പേർ ചേർന്നത് വിശ്വസിക്കുന്നു? ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ കീ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യം വി ഹാവ് സിസ്റ്റർ രമ്യ രഞ്ജിത്ത് ഫ്രം ചാത്തൻപാറ. നമുക്ക് ഒരുമിച്ച് സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ് ഓൺ എ ന്യൂ ജോബ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയുടെ മേൽ ദൈവത്തിന് അനുഗ്രഹം വന്നു ചേരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സകല കാര്യങ്ങളും ലീഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിൻ്റെ മേൽ ഒരു ഫേവർ ആ മേഖലയിൽ ഉണ്ടാകട്ടെ കർത്താവെ. അപ്പോൾ തന്നെ മകൻ്റെ ആ സംസാര ശേഷിയുടെ മേൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു ഹീലിംഗ് മകൻ്റെ ലൈഫിൽ ഉണ്ടാകട്ടെ. ബ്ലെസ് ചെയ്യുന്നു. താങ്ക് യു ഫാദർ. അപ്പോൾ തന്നെ ഇന്നത്തെ കോ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു എറണാകുളത്ത് നിന്നുള്ള ഒരു വെൽവിഷറാണ്. താങ്ക് യു സിസ്റ്റർ ഫോർ സ്പോൺസറിങ് ടുഡേസ് എപ്പിസോഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഷോപ്പിൻ്റെ റെൻറ്റ് എഗ്രിമെൻറ്റ് എഴുതുവാനുള്ള സകല തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഹാൻഡിങ് ഓവർ എത്രയും വേഗം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ വിദേശത്ത് പോകാനുള്ള യാത്ര, കർത്താവിൻ്റെ സംരക്ഷണം ആ യാത്രയുടെ മേലുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ ഒരു ഗൈഡൻസ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ, ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ്. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ എപ്പിസോഡ് സ്പോൺസറിന് ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഇട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ആമേൻ. അപ്പോൾ തന്നെ നമുക്ക് ഈ ദിവസങ്ങളിൽ അതിശക്തമായ മീറ്റിംഗ്സ് നടക്കുകയാണ്. ഇന്ന് നമുക്ക് ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ എൻകൗണ്ടർ നൈറ്റ് നടക്കുകയാണ്. ഈ ദിവസങ്ങളിൽ മാസത്തിലൊരിക്കലാണ് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്നത്. ബട്ട് ദൈവത്തിൻ്റെ വലിയ എൻകൗണ്ടേഴ്സ് നമ്മൾ ഓരോ ഈ നൈറ്റ് പ്രെയറിൽ നമ്മൾ കാണുന്നുണ്ട്. സോ ഇന്ന് രാത്രി 7 മണി മുതൽ 12 o'clock വരെ, മിഡ് നൈറ്റ് വരെയാണ് നമ്മുടെ പ്രെയർ. സോ അതിലേക്ക് നേരിട്ട് കടന്നു വരാൻ പറ്റുന്ന എല്ലാവരും നേരിട്ട് കടന്നു വരിക, കുടുംബമായി കടന്നു വരിക, മറ്റുള്ള വ്യക്തികളെ കൊണ്ടുവരിക. ഇറ്റ്സ് ഗോയിങ് ടു ബി എ നൈറ്റ് ഓഫ് എൻകൗണ്ടർ. ആമേൻ. അപ്പോൾ തന്നെ അതിശക്തമായ സൺഡേ സർവീസ് ഈ ആഴ്ചയുണ്ട്. അടുത്ത ആഴ്ചയിൽ നമുക്ക് മലബാറിൽ, കോഴിക്കോടിൽ വെച്ച് നമ്മുടെ നോർത്ത് ഏരിയയുടെ മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ്. സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ പിന്നത്തെ ആഴ്ച ട്രിവാൻഡ്രത്ത് നമ്മുടെ സൗത്ത് ഏരിയയുടെ മെഗാ ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതിലേക്ക് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. ദൈവത്തിൻ്റെ വചനവുമായി വീണ്ടും നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളായിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരികയാണ്. ഇങ്ങനെ ചിലരൊക്കെ പല രാജ്യങ്ങൾ ദൂരെ ഇരുന്നൊക്കെ ഇത് കാണുന്നുണ്ട്. ബട്ട് ലെറ്റ് ദിസ് മെസ്സേജ് ബി എ ഗ്രേറ്റ് എൻകറേജ്മെൻറ്റ് ടു യു. പലരെയും നേരിൽ കണ്ടിട്ടില്ല. വല്ലയിടത്തും വെച്ച് കണ്ടാൽ എൻ്റെ അടുത്ത് വരണേ. വല്ല എയർപോർട്ടിലോ, ബസ് സ്റ്റാൻഡിലോ, റോഡിലോ, ചന്തയിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടാൽ എൻ്റെ അടുത്ത് വരണം, പരിചയപ്പെടണം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തെ, രാജ്യത്തൊക്കെ ഭാവിയിൽ ഒരുപക്ഷെ നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ മീറ്റിങ്ങുകൾ നടക്കും. തീർച്ചയായിട്ടും ദൂരെയാണെങ്കിൽ പോലും വരണം. നമ്മളെ ശക്തരാക്കുന്നത് കഴിഞ്ഞ ഇനി തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു, ഞങ്ങൾ ഒരു അൺഷേക്കൺ ലൈഫ് എങ്ങനെയാണ് നയിക്കുന്നത്. നല്ല ധൈര്യത്തോടെ. ഞാൻ പറഞ്ഞല്ലോ, തിരമാലകൾ ഇങ്ങനെ 1, 2, 3, 4 എത്ര നേരം 24/7 അടിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ ജീവിതത്തിലോട്ട് ഒന്ന് മാറി ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അടുത്ത തിര വന്നു, അതിറങ്ങുമ്പോൾ അടുത്ത തിര വന്നു. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുടെ തിരമാലകൾ അടിച്ചു കൊണ്ടേയിരിക്കും. കടൽ തീരത്ത് ആദ്യമൊക്കെ ചെറിയ ചെറിയ തിരകൾ വരുമ്പോൾ നമ്മൾ ഈ പാൻസൊക്കെ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഇത്തിരി പൊക്കി പിടിച്ച് അല്ലെങ്കിൽ അത് നനച്ച് ഇങ്ങനെ നിൽക്കുന്നത് ഒരു സന്തോഷമാണ്. എന്നാൽ അതിഭയങ്കരമായൊരു തിരമാല വന്നാൽ ഇങ്ങനെ ഇരിക്കും, ഓടും.
ലൈഫ് ഗാർഡ്സൊക്കെ അനൗൺസ്മെന്റ് കൊടുക്കും. എല്ലാവരും കയറിക്കോ, വലിയ തിര വരുന്നു. സുനാമി തിരയാണെങ്കിലോ ചിലപ്പോൾ ഓടാൻ പോലും സമയം കിട്ടില്ല. എല്ലാം കൂടി വന്ന് വിഴുങ്ങിക്കൊണ്ടുപോകും അല്ലേ? കെട്ടിടങ്ങൾ, വണ്ടികൾ, റോഡ് എല്ലാം കൊണ്ടുപോകും. എന്നാൽ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി പറഞ്ഞുകൊണ്ടിരുന്ന പലതും ഞാനൊന്ന് ജസ്റ്റ് നട്ട്ഷെല്ലിൽ പറയുകയാണ്. നമുക്കൊരു അൺഷേക്കൺ ലൈഫിന് അൺഷേക്കൺ ഫെയ്ത്ത് വേണം. എന്തിൽ? അൺഷേക്കൺ ഗോഡിൽ, ഇറ്റേണൽ കിങ്ങിൽ. അത് തുടങ്ങി പല രീതിയിലുള്ള സഹായം ആവശ്യമാണ്. മറ്റേ നമ്മുടെ ചെക്കിങ്ങിന് പറഞ്ഞുകൊണ്ടിരുന്നത്, അതെല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആർക്കെങ്കിലും ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ ടു യൂട്യൂബ് ആർക്കൈവ്സിലോ അതിലൊക്കെ പ്ലേലിസ്റ്റിലൊക്കെ പോയി ആ ഡേറ്റ് നോക്കി നമ്പർ നോക്കി കണ്ടുപിടിക്കാം. എന്നിട്ട് പല പ്രാവശ്യം പല സഹോദരന്മാരോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം റീപ്ലേ കൊടുത്ത് കേട്ടോണ്ടിരിക്കും. നിങ്ങളൊന്ന് ശീലിച്ചു നോക്കി, പല പ്രാവശ്യം വചനങ്ങളൊന്ന് കേട്ടു നോക്കി. ഒരു പ്രാവശ്യം നമ്മൾ വിചാരിക്കുന്നത് മൊത്തം കേട്ടതല്ലേ, ഇതൊക്കെ കേട്ട പലതും തലയുടെ അകത്തോട്ട് കയറിയിട്ടില്ല. പല പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഇത് കയറി പിടിക്കുന്നത്. അത് ലൈഫിൻ്റെ ഒരു പാർട്ടായി ഈ വചനങ്ങൾ മാറുമ്പോൾ യുവർ ലൈഫ് വിൽ ചേഞ്ച്, ദ ഡയറക്ഷൻ ഓഫ് യുവർ ലൈഫ് വിൽ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ ധൈര്യശാലികളാക്കുന്നത് എന്താണ്? The knowledge that God is with us makes us very bold. ഭയങ്കര ബോധ്യം, ദൈവം എൻ്റെ പക്ഷത്താണെന്നേ. ഞാൻ ആരെ പിടിക്കാമോ? കർത്താവ് എൻ്റെ പക്ഷത്താണ്, എന്നോട് കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം അകത്ത് വരുമ്പോഴാണ് ഉറപ്പ് വരുന്നത്. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും ചോദിച്ചേ? മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? കർത്താവ് എനിക്ക് തുണ, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? ഇനി ഞാൻ പറയാം, കർത്താവിൻ്റെ ഒരു പേര് തന്നെ ഇമ്മാനുവേൽ എന്നാണ്. ഇമ്മാനുയേൽ, ദൈവം. ഏൽ മീൻസ് ദൈവം. ഇമ്മാനുയേൽ മീൻസ് ഗോഡ് വിത്ത് അസ്, അല്ലെങ്കിൽ ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ. ദൈവം എന്നോട് കൂടെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ചിന്ത ഭയങ്കരമായ ധൈര്യം തരും. Psalm 23 verse number 4, സങ്കീർത്തനങ്ങൾ 23:4, even though I walk through the valley, the darkest valley, ഏറ്റവും ഇരുണ്ട കൂരാക്കൂരിട്ടുള്ളൊരു താഴ്വരയിലൂടെ ഞാൻ പോയാലും അവിടെ പറയുന്നത് I will fear no evil, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. For you are with me, നീ എന്നോട് കൂടി ഉണ്ടല്ലോ. Your rod and your staff, they comfort me. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. ഞാൻ ഇമാജിനേഷനിൽ ഇങ്ങനെ പറയാം, ഡേവിഡാണല്ലോ, ദാവീദാണല്ലോ ഇത് എഴുതുന്നത്. ഒരു പക്ഷേ ഇതിന് തെളിവൊന്നുമില്ല, എൻ്റെ സങ്കല്പമാണ്. ഒരു കുന്നിൻ ചെരുവിൽ മുകളിലായി ദാവീദിരിക്കുകയാണ്. ഓക്കെ, ഞാൻ എൻ്റെ ഭാവനയിലാണ് പറയുന്നത്. അന്നത്തെ കാലം ഇന്നത്തെ കാലമായിട്ടൊന്നും ചിന്തിക്കരുത്, സൗകര്യങ്ങളൊന്നും നോക്കരുത്. ദാവീദ് ഒരു പാർച്ച്മെൻറ്റിൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും എഴുതുകയാണ്. പെട്ടെന്നാണ് അല്ലേ, ഈ ആടുകളിങ്ങനെ മേയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാകാം ഒരു പക്ഷെ പെട്ടെന്ന് തൻ്റെ അകത്തുകൂടെ ലിറിക്സൊക്കെ ഇങ്ങനെ വരികയാണ്, ചില പാട്ടിൻ്റെ വരികൾ വരികയാണ്. വരുന്നതിൻ്റെ ഒരു താനൊരിടയനാണ്, അപ്പൻ്റെ ആടുകളെ താൻ പരിപാലിക്കുന്നു, ഇശായിയുടെ, ജെസ്സിയുടെ. അപ്പോൾ ആടുകൾ ഇങ്ങനെ താഴ്വരയിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം തൻ്റെ വടിയും കോലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു പാറപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാട്ട് വരികയാണ്. അപ്പം അദ്ദേഹം എഴുതാൻ തുടങ്ങി, The Lord is my shepherd, I shall not want. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ താൻ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവം തനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, താൻ ആടുകൾക്ക് വേണ്ടി ഇടയൻ എന്ന രീതിയിൽ താൻ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നത് ദൈവം തനിക്ക് വേണ്ടി ചെയ്യുന്നതായി ഒരു പാരലൽ കണ്ട് 6 ഡബിൾ ലൈനായിട്ടുള്ള ഇതങ്ങ് എഴുതുകയാണ്. മനസ്സിലായി? താൻ സ്വന്തം ജീവിതാനുഭവത്തിൽ ആ കോണ്ടെക്സ്റ്റിൽ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് താൻ ഇങ്ങനെ എഴുതുകയാണ്. അപ്പോൾ അവിടെ 4-ാമത്തെ വചനത്തിൽ പറയുവാണ്,
ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി, ഡാർക്കസ്റ്റ് വാലി, ഏറ്റവും ഇരുട്ടിലാണെങ്കിൽ പോലും ഐ വിൽ ഫിയർ നോ ഈവിൾ. ഉദാഹരണത്തിന് ദാവീദിൻ്റെ ലൈഫിൽ ഈ ആടുകളായിട്ട് പോവുക. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇരുളായി. വൈകിട്ട് ഷീപ്പ് പെന്നിലേക്ക്, ആട്ടിൻ തൊഴുത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇരുട്ടായി. ഇരുട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ഇരുട്ട്. ഇപ്പം ഈ ആടുകൾ പൊതുവേ ദുർബല ജീവികളാണ് ആടുകൾ. പക്ഷേ ഈ ദാവീദ് മുമ്പിൽ വടിയും കോലും ഒക്കെ ആയിട്ട് നടന്ന് ലീഡ് ചെയ്യുമ്പോൾ കൂരാക്കൂര ഇരുട്ടാണേലും ഇടയൻ്റെ ശബ്ദം, കാൽപെരുമാറ്റം മുമ്പിലുള്ളത് കൊണ്ട് ഒന്നും കണ്ടുകൂടെയും ഈ ആടുകൾ കാൽനടയായി ഇതിൻ്റെ പുറകെ ഇങ്ങനെ പോവുക. ഇടയൻ മുമ്പിലുണ്ട്, എന്തേലും വന്നാൽ ഇടയൻ നോക്കിക്കോളും എന്നുള്ള ചിന്തയിൽ ധൈര്യപ്പെട്ടാണ് വാസ്തവത്തിൽ ഈ ആടുകൾ പോകുന്നത്. അപ്പൊ അതിനുശേഷം പറയാ, യു ആർ വിത്ത് മീ, അല്ലേ? ഐ വിൽ ഫിയർ നോ ഈവിൾ, ഫോർ യു ആർ വിത്ത് മീ, യുവർ റോഡ് ആൻഡ് യുവർ സ്റ്റാഫ് ദേ കംഫർട്ട് മീ. ഈ വടിയും കോലൊക്കെ പിടിച്ചുകൊണ്ട് മുമ്പിൽ പോകുന്ന ഇടയനായ ദാവീദിൻ്റെ ശബ്ദവും കാൽപെരുമാറ്റവും ഗൈഡൻസും കൊണ്ടാണ് വളരെ കൂളായി, ഒരു ബോധറേഷനും ഇല്ലാതെ ആ കൂരിരുട്ടുള്ള താഴ്വരയിലൂടെ ഈ ആടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലൊരു ക്യാരക്ടറുണ്ട്, ഗിദയോൻ. ബേസിക്കലി ഹി വാസ് എ വെരി വെരി timid man. ചില ആളുകൾ ജന്മന ധൈര്യശാലികളാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അധികം ഒന്നിനെയും പേടിയില്ല. ഇരുട്ട് പേടിയില്ല, പട്ടിയെ പേടിയില്ല, പാമ്പിനെ പേടിയില്ല, മനുഷ്യരെ അങ്ങനെ ഒരുവിധം ധൈര്യശാലികളായ എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർ ഭയപ്പെടുന്ന വേറെ ചിലത് കാണും. പൊതുവെ എല്ലാവരും പേടിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പേടിയില്ല. അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ ഗിദയോന്റെ കാര്യത്തിൽ ഹി വാസ് ബേസിക്കലി എ ടിമിഡ് പേഴ്സണാലിറ്റി. തീരെ ഒരു വല്ലാത്ത പേടിയുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ ദൈവം സംസാരിക്കുക ഗിദയോനോട്, പരാക്രമശാലിയെ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ഐ ആം വിത്ത് യു. ഒന്ന് ചിന്തിച്ചു നോക്കി, കർത്താവ് ഇറങ്ങി വന്നിട്ട് നിങ്ങളോട് പറയാം, പ്രാർത്ഥന മുറിയിൽ ഇറങ്ങി വന്നിട്ട് പറയാം, മോനെ ഞാൻ കൂടെ ഉണ്ട്, മോളെ ഞാൻ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ധൈര്യം എന്താണ്? തൽക്കാലം ഞാൻ ദൈവത്തിന് പകരമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പറയുകയാണ്, കുഞ്ഞെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എൻ്റെ കണ്ണിലോക്ക് മോളെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. എൻ്റെ കണ്ണിൽ നോക്ക് കുഞ്ഞെ, മോനെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ബ്രദർ, സിസ്റ്റർ, ദൈവം നിന്നോട് കൂടെ ഉണ്ട്. അപ്പച്ച, അമ്മച്ചി, ദൈവം കൂടെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കൂ. ബൈബിളിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 28:20 പറയുന്നു, ഞാനോ ലോകാവസാനത്തോളം അഥവാ യുഗാവസാനത്തോളം എല്ലാ നാളും, എവറി ഡേ ഐ എം വിത്ത് യു. എബ്രായലേഖനം 13:5 പറയുന്നു, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, കൈവിട്ട് കളയുകയുമില്ല. ഇനി എന്ത് വേണം? അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ദൈവത്തിന് പകരമായിട്ട് ഞാനിപ്പോൾ അതങ്ങ് പറയുമോ, ഇറ്റേണൽ വേർഡ് ഓഫ് ഗോഡിൽ നിന്ന്. തിമോത്തിയോസ് എന്ന് പറയുന്നൊരു ശുശ്രൂഷകനുണ്ടായിരുന്നു. പൗലോസ് മെൻറ്റർ ചെയ്തിരുന്ന, വളർത്തിയെടുക്കുന്ന ഒരു ശുശ്രൂഷകനാണ്. ഗിദയോനെ പോലെ തന്നെ തിമോത്തിയോസും ഭയങ്കര പേടിത്തൊണ്ടനായിരുന്നു. എൻ്റെ ബേസിക് ക്യാരക്ടറിൽ ഞാൻ അത്ര ധൈര്യശാലിയല്ല. എന്നാൽ അഭിഷേകം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, വിശ്വാസത്തിൻ്റെ ധൈര്യം വരുമ്പോൾ, ദൈവം ഇന്ന കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടെന്നുള്ളൊരു ബോധ്യം വരുമ്പോൾ, ഈ കാര്യത്തിൽ ദൈവം എന്നോട് കൂടി ഉണ്ടെന്നുള്ള ബോധ്യം വന്നാൽ ഇനി പട്ടാളം ഇറങ്ങിയാലും സകലവും കൂടെ അഴിച്ചിട്ടാലും എനിക്ക് പേടിയില്ല. എന്നാൽ ആ ഒരു ദൈവം കൂടെ ഇല്ല എന്നൊരു തോന്നിയാൽ എല്ലാ ധൈര്യം ചോർന്നു പോകും. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996011. സോ തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, 2 തിമോത്തിയോസ് 1:7 പറയുക,
മോനെ തിമോത്തിയോസേ, ഇവിടെ നോക്ക്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം തന്നിരിക്കുന്നത്. കാരണം അവിടെ ആ സമയത്ത് ശുശ്രൂഷകരെല്ലാം തട്ടിക്കൊണ്ടിരിക്കുക. ഈ വലിയൊരു ശുശ്രൂഷയുടെ, എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകരെന്ന നിലയിൽ തിമോത്തിയോസ് നോട്ടപ്പുള്ളിയാണ്. ഒരു മെഗാ ചർച്ചാണ് എഫേസോസിലെ സഭ. പൗലോസ് തന്നെ നിന്ന് ഉണർന്നെടുത്ത സഭയാണ്. അതുകൊണ്ട് ഹലോ അടുത്തത് താനാണ്, തട്ടിപ്പോകാം. പൗലോസിനെ നോട്ടം വെച്ചിരിക്കുകയാണ്. പലരെയും തട്ടി, വിശ്വാസികളെ കൊന്നു, തൻ്റെ ജീവിതം അപകടത്തിലാണ്. അപ്പോഴാണ് പറയുന്നത്, നോ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഏശയ്യാവിൻ്റെ പുസ്തകം 41:10 ഒന്ന് നോക്കാമോ? ഏശയ്യാവ് 41:10. So do not fear, I am with you. Do not be dismayed, for I am your God. I will strengthen you and help you. I will uphold you with my righteous right hand. വളരെ ഇഷ്ടപ്പെട്ട വചനമാണ്. അനേക പ്രാവശ്യം നമ്മൾ മോർണിംഗ് ഗ്ലോറിയിൽ വായിച്ചിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതൊന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിലേക്ക്, ലൈവ് ചാറ്റിലല്ല, കമൻറ്റ് സെക്ഷനിൽ പോയി ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ഈ കമൻറ്റ് സെക്ഷൻ എല്ലാ ദിവസവും ഞാനിരുന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയില്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരോട് ചോദിക്കുക, കമൻറ്റ് സെക്ഷൻ എവിടെയാണ് മക്കളെന്ന് കാണിച്ചത്, അവിടെ കൊണ്ടുപോയി കുത്തുക, അവിടെ ടൈപ്പ് ചെയ്യുക. എന്താ അവിടെ പറയുന്നത്? ഡു നോട്ട് ഫിയർ, ഭയപ്പെടേണ്ട, ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഈ കർത്താവിന് കള്ളം പറയാൻ അറിയില്ല എന്നുള്ള കാര്യം അറിയാമോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്ന് അർത്ഥം. ഐ ആം വിത്ത് യു, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. ഡു നോട്ട് ബി ഡിസ്മേഡ്, ഫോർ ഐ ആം യുവർ ഗോഡ്, ഞാൻ നിന്റെ ദൈവമല്ലേ. ഐ വിൽ സ്ട്രെങ്തൻ യു ആൻഡ് ഹെൽപ്പ് യു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ഐ വിൽ അപ്ഹോൾഡ് യു വിത്ത് മൈ റൈച്ചസ് റൈറ്റ് ഹാൻഡ്. ഇതൊക്കെ പറയുന്നു. അപ്പം അവിടെ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവ്. ഈ കൂട്ടത്തിൽ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 14, 16, 17 26 വചനവും കൂടി നമുക്ക് ചേർത്ത് വായിക്കാം. John 14:16 and 17. And I will ask the Father, and he will give you another advocate to help you and be with you forever. ഈ ദൈവം കൂടെയുണ്ട്, ദൈവം ഇമ്മാനുവേലാണ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിന്നോട് കൂടി ഇരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഇന്ന് വണ്ടി ഓടിച്ചിങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ ചിന്തിക്കുക, ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് യഹൂദ നാട്ടിൽ അല്ലെങ്കിൽ പലസ്തീനിൽ, ഇസ്രായേലിൽ, ജെറുസലേമിലും പ്രാന്തപ്രദേശങ്ങളിലും ഗലീലൻ പ്രദേശങ്ങളിലും ക്രിസ്തു എന്ന വ്യക്തിത്വം, മനുഷ്യനായ യേശുവിൻ്റെ അകത്ത് ക്രിസ്തു എന്ന നിത്യദൈവം, സർവശക്തനായ ദൈവം വസിച്ചു. അങ്ങനെ യേശു ക്രിസ്തു, യേശു മനുഷ്യത്വം, ക്രിസ്തു ദൈവത്വം, മനുഷ്യനും ദൈവവുമായി ഒരു ബ്ലെൻഡായ ഒരു വ്യക്തിത്വം ജീവിച്ചിരുന്നു. അന്നത്തെ തലമുറയിൽ ജീവിച്ചിട്ടുള്ളവർ മാത്രമേ ആ യേശുവിനെ കണ്ടിട്ടുള്ളൂ. ആ തലമുറയിൽ ജീവിച്ച 1000, 10,000 കണ്ടു, നേരിട്ട് കണ്ടു. ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. വാസ്തവമാണെന്ന് ചോദിച്ചാൽ എനിക്ക് തെളിവൊന്നുമില്ല. ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നത് യേശുവാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും ഹാൻസം എന്ന് വെച്ചാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബോഡി. ആദമിനേക്കാൾ ഏറ്റവും സൗന്ദര്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടതാണ് യേശു. പക്ഷേ പൊതുവെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് യേശുവിനെ കാണുന്ന അത്ര വലിയ രൂപങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ഫെയർ ആയിരുന്നില്ല, ഒരല്പം ഡാർക്ക് കംപ്ലക്ഷൻ ആയിരുന്നു എന്നാണ് പലരും പറയുന്നത്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോഴുള്ള സ്കിന്നിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള പ്രഭയല്ല ഞാൻ പറയുന്നത്. ഒത്തിരി ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഒരു 5.5 അടിയും 6 ഇടയ്ക്കുള്ള ഒരു ഹൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. നേരെ ഇപ്പോൾ ഒരാൾ കാണുവാണെങ്കിൽ ഒരു സാധാരണ യഹൂദ യുവാവ്, എൻ്റെ അപ്പുറത്തൊന്നുമില്ല. തലയിൽ ഇങ്ങനെ ഹാലോ ഒന്നുമില്ല, ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്ന ലൈറ്റ് ബീംസ് ഒന്നുമില്ല, സാധാരണ. അതുകൊണ്ടല്ലേ ഈ യൂദായിക്ക് 30 വെള്ളിക്കാശിന്
ഉമ്മ കൊടുക്കേണ്ടി വന്നത്, ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കേണ്ടി വന്നത്. കാരണം മറ്റുള്ളവരുടെ ഇടയിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രത്യേകിച്ച് ഈ 30 വെള്ളിക്കാശ് അവർ ചെലവഴിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഫീച്ചേഴ്സ് ഒന്നും യേശുവിന് ഇല്ലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, അന്ന് യേശു എന്ന ഒരു മനുഷ്യ ശരീരത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് ആ ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ വ്യക്തിത്വം, അവന്റെ ശുശ്രൂഷകളെ യൂണിവേഴ്സലാക്കി മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. എന്നിലും നിങ്ങളിലും ലോകമെമ്പാടുമുള്ള ദൈവമക്കളിലും ഇപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, ഇസ്രായേലിൽ ഒരു കൊച്ചു സ്ഥലത്ത് ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, യേശുവിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് ഇന്ന് ജനകോടികളുടെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ പ്രഭ, ഇതൊക്കെ ലോകരാജ്യങ്ങളിലേക്ക് സ്പ്രെഡായി. ഇവിടെ പറയുന്ന കേൾക്ക്, I will give you another counselor, I will give you another advocate to help you. നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി, സഹായകനായി എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുവാൻ ഒരു കാര്യസ്ഥനെ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിച്ച് ഞാൻ അയച്ചു തരും. ആരാണത്? പരിശുദ്ധാത്മാവ്. പറഞ്ഞു വരുന്നത് എന്താണ്? ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ. ദൈവം കൂടെ ഉണ്ടെന്നുള്ള അകത്തൊരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ധൈര്യശാലികളാകും. ദൈവം എങ്ങനെയാണ് കൂടെ ഇരിക്കുന്നത്? പ്രാക്ടിക്കലി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. ഇതിനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വന്നത്. 17, ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ ആത്മാവ്. ദ വേൾഡ് കനോട്ട് ആക്സെപ്റ്റ് ഹിം. ലോകം അവനെ സ്വീകരിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് നെയ്തർ സീസ് ഹിം നോർ നോസ് ഹിം. കാരണം ലോകത്തിന് അവനെ അറിയില്ല. ദൈവമക്കൾക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ അറിയാവൂ. ഒരു ക്ലാസ് റൂമിൽ 30 പിള്ളേരിരിക്കുക, അതിൽ 4 കുട്ടികൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വീണ്ടും ജനിച്ച ദൈവമക്കളാണെന്നിരിക്കട്ടെ. 4 സ്റ്റുഡൻസ്, അവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം. ബാക്കിയുള്ള 26 വിദ്യാർത്ഥികൾക്കും എന്താണ് പരിശുദ്ധാത്മാവെന്ന് അറിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്താൽ ഈ പിള്ളേർ കുലുങ്ങിച്ചിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ബട്ട് യു നോ ഹിം, ഫോർ ഹി ലിവ്സ് വിത്ത് യു ആൻഡ് വിൽ ബി in you. But the advocate, the Holy Spirit, whom the Father will send in my name, will teach you all things and will remind you of everything I have said to you. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെല്ലാം പഠിപ്പിക്കും, ഉപദേശിച്ചു തരും. ഇപ്പം ഞാൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകും, പക്ഷെ സമയത്ത് അവൻ ഓർപ്പിക്കും. ഞാനൊരു കാര്യം പറയാം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? വായിക്കാറുണ്ടോ? വായിക്കണം. രാപകൽ അവൻ്റെ വചനം ധ്യാനിക്കുന്ന ഒരു ഭാഗ്യവാന്മാർ. ഓളെ അങ്ങനെ നമ്മൾ ഒത്തിരി വചനങ്ങൾ വായിക്കും, പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ മറന്നു പോകും. ശരിയാണോ? പിന്നെ അത് ഓർമ്മയില്ല. എത്ര പ്രസംഗങ്ങൾ കിട്ടും, എല്ലാം മറന്നുപോയില്ല. പക്ഷേ പലപ്പോഴും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു പർട്ടിക്കുലർ സാഹചര്യം വരുമ്പോൾ ആ വചനത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും. ശ്രദ്ധിക്കുക, വചനത്തെ പെട്ടെന്ന് സ്പിരിറ്റിൽ ലൈവാക്കി ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്ന കർത്തവ്യം നിർവഹിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കേൾക്കുന്നുണ്ടോ? ഈ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഒരു വചനവും ഓർപ്പിക്കാൻ പോകുന്നില്ല. അതും പെട്ടെന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമുള്ള വചനത്തെ അവൻ പൊക്കി ഉയർത്തി തരും. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ് ഡിസ്കിൽ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ആവശ്യമുള്ളൊരു ഫയല് പിക്ക് ചെയ്യേണ്ടി വരുമ്പോൾ ഒന്ന് സെർച്ച് കൊടുത്ത് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ആ ഫയല് നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ സ്റ്റോർഡാണ്. അത് നമ്മൾക്ക് സ്ക്രീനിൽ കണ്ടുകൂടാ, കമ്പ്യൂട്ടർ സ്ക്രീനിൽ വരുന്നില്ല. സ്റ്റോർ ചെയ്തിരിക്കുന്നതെല്ലാം ഫയലുകളിലാക്കി സ്റ്റോറേജിൽ സ്പേസിലേക്ക് പോയി. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആവശ്യമുള്ളതിന്, ഒരു സെർവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആവശ്യമുള്ളതിനെ നമുക്ക് സമയത്ത്
ആവശ്യ സമയത്ത് ആ ഫയൽ പൊക്കിയെടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശ്യമുള്ള സമയത്ത് നമുക്ക് ആ വചനത്തെ എടുത്തു തരും. ഒരു ഹല്ലേലൂയ പറഞ്ഞു. എന്തിനാ മക്കളെ ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്തിനാണെന്ന് ഞാൻ പറയാം. യു ആർ നോട്ട് അലോൺ. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഇൻസൈഡ് ഓഫ് യു ആൻഡ് ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഹെൽപ്പർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പഴയ നിയമത്തിലൊക്കെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ കർത്താവിൽ നിന്ന് വരും. ഇന്നൊരു വാസ്തവത്തിൽ പർവ്വതത്തിലോട്ട് നോക്കി മുകളിലോട്ട് നോക്കി ഇരിക്കേണ്ട, സഹായം വരുന്നത് ഇവിടെ നിന്നാണ്. ഹി ഈസ് ഇൻ us, he is with us, he is upon us, he is for us, and തക്ക സമയത്ത് സഹായം, ദ ഹെൽപ്പർ, ദി അസർ, സഹായകൻ അകത്തിരിക്കുന്നത് കൊണ്ട് ഇവിടുന്ന് സഹായം വരുന്നത്. ഫയൽ എടുക്കുന്ന ആള്, ആവശ്യത്തിനുള്ള ആലോചനകൾ, കാര്യങ്ങൾ തരുന്നത് അകത്താണ് ഇരിക്കുന്നത്. ഈ പരിശുദ്ധാത്മ നമ്മുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. More than your confidence, more than your friends, more than your spouse, more than your family members. It is a great privilege. കർത്താവിനെ അറിയാൻ കഴിഞ്ഞത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ സ്വീകരിക്കും. ഹോളി സ്പിരിറ്റ്, കം ഇൻ ടു മൈ ലൈഫ്, ഐ നീഡ് യുവർ ഹെൽപ്പ് പറയണം. ഹീസ് ദ റെസിഡൻറ്റ് ഹെൽപ്പർ, ഹീസ് ദ റെസിഡൻറ്റ് അഡ്വക്കേറ്റ്, ഹീസ് ദ റെസിഡൻറ്റ് professor, he is the resident doctor, he is the resident anybody. Appo, and he also will remind us of everything. പരിശുദ്ധാത്മാവാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ സഹായകനായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. വിരോധമില്ലെങ്കിൽ ഇന്ന് ഞാൻ സംസാരിച്ച ഈ വീഡിയോയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ വാട്സപ്പിൻ്റെ സ്റ്റേറ്റസിലിടുക, ഇൻസ്റ്റഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ഏത് സോഷ്യൽ മീഡിയയിലിട്ടോ. കൂടാതെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലോ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ഒത്തിരി പേര് പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ, സ്വീകരിക്കട്ടെ. ആൻഡ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ഫോർ എവ്രി മൈന്യൂട്ട് തിങ് ദാറ്റ് യു ആർ ഡൂയിങ് ഫോർ ദ ലോർഡ് ദർ ഇസ് എ റിവാർഡ്. അതിൻ്റെ പ്രതിഫലം കർത്താവ് തരും. കൈനീട്ടാമോ കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്ന രോഗികൾ സൗഖ്യമാകട്ടെ. ത്രോട്ടിലുള്ള പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ, സ്റ്റൊമക് സൗഖ്യമാകട്ടെ, ഇൻറ്റസ്റ്റൈൻ സൗഖ്യമാകട്ടെ, ഹാർട്ട്, ലിവർ, ലങ്സ്, പാൻക്രിയാസ്, ഗോൾ ബ്ലാഡർ തുടങ്ങിയ സകലത്തിൻ്റെ മേലും സൗഖ്യം നടക്കട്ടെ. ഗൈനക്കോളജിക്കൽ പ്രോബ്ലംസ് സൗഖ്യമാകട്ടെ. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി, വിടുതലിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലസ് യു. സീ യു ടുമോറോ. മലബാർ മെഗാ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ 7-8 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ. സ്ഥലം നളന്ദ ഓഡിറ്റോറിയം, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111 996011.